ഡിയർ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോണ്ടിങ് ഇൻ സൂപ്രാമോളിക്യൂൾസ് ആണ്. സൂപ്രാമോളിക്യൂൾസിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ സൂപ്രാമോളിക്യൂളിൽ രണ്ട് കമ്പൈനിങ് മോളിക്യൂൾസ് ഉണ്ടാവും, രണ്ട് പാർട്ട് ഉണ്ടാവും. ഒന്ന് അതിൻ്റെ ഹോസ്റ്റും മറ്റേത് ഗസ്റ്റുമാണ്. ഈ ഹോസ്റ്റും ഗസ്റ്റും എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, എന്താണ് അവരുടെ ബോണ്ടിങ് നേച്ചർ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചില ഡോട്ടഡ് ലൈൻസ് കാണാം. അതിൻ്റെ അർത്ഥം ഇവിടെ രണ്ട് സ്റ്റേബിൾ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ മോളിക്യൂള് ചില അയോൺസിനെയും ഒക്കെ ഹോൾഡ് ചെയ്യുന്നതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ബോണ്ടിങ് എന്ന് പറയുന്നത് നോൺ കോവലൻറ്റ് ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം അയോണിക് ടൈപ്പ് ഉണ്ടാവാം എന്നാണ്, അല്ലേ? ഇത് ഓർത്തുകൊണ്ട് നമുക്ക് വേരിയസ് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഇൻ സൂപ്രാമോളിക്യൂൾസ് ഒന്ന് എക്സാമിൻ ചെയ്യാം. ഇവിടെ നമ്മൾ ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുകയാണ്. നോൺ കോവലൻറ്റ് ഇൻട്രാക്ഷൻസ് ഇൻ സൂപ്രാമോളിക്യൂൾസ്. ദർ ഇസ് എ ഹോസ്റ്റ് ഗസ്റ്റ് റിലേഷൻഷിപ്പ്. Host and gust, incoming molecule is the gust, that may be an ion as you found in crown ethers. അപ്പോൾ ഇതിൻ്റെ അസോസിയേഷൻ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക പേരുണ്ട്. ഇവിടെ രണ്ടിടത്ത് എഴുതിയിരിക്കുന്നത് ഫിഷേഴ്സ് ലോക്ക് ആൻഡ് കീ പ്രിൻസിപ്പിൾ. ഫിഷേഴ്സ് ലോക്ക് ആൻഡ് കീ പ്രിൻസിപ്പിൾസ്. ഈ ഹോസ്റ്റും ഗസ്റ്റും ഒരു പൂട്ടും താക്കോലും പോലെയാണ്. ആവശ്യമുള്ളപ്പോൾ തുറക്കാം, എടുത്തു വയ്ക്കാം. അപ്പോൾ ഇത് ആവശ്യമുള്ളപ്പോൾ ഒരു അസോസിയേഷൻ വരും. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗസ്റ്റും അങ്ങനെയാണ്. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഹോസ്റ്റ് ഉണ്ട്, ഗസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ ഹോസ്റ്റ് ഇല്ല, അല്ലേ? ആ റിലേഷൻഷിപ്പ് ഇല്ല. അപ്പോൾ ഇതൊരു ടെമ്പററി അസോസിയേഷനാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ ഒരു കോവലൻ സ്ട്രോങ് ബോണ്ട് ഇല്ല, ഒരു വീക്ക് അസോസിയേഷൻ മാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും അത് ബ്രേക്ക് ആകാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഫോഴ്സസ് ആണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ നോൺ കോവാലൻ്റ് ഇൻട്രാക്ഷൻസ്, ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് ഇൻ സൂപ്രാമോളിക്യൂൾസ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് നേച്ചർ കാണാം. പിന്നെ വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഉണ്ട്. പിന്നെ പൈ ഇഫക്ട്സ് ഉണ്ട്. അതായത് പൈ ഇലക്ട്രോൺ സിസ്റ്റംസ്, ബെൻസീന്, അസറ്റിലീൻ, എത്തിലീൻ പോലെയുള്ള മോളിക്യൂൾസ് ആയിട്ടുള്ള അയോൺസുമായിട്ടുള്ള അസോസിയേഷൻ. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രോഫോബിക് ഫോഴ്സസ്. ഇങ്ങനെ 4 ടൈപ്പ് ഫോഴ്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് അനുസരിച്ച് ഇത് കൊടുക്കുക, എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറയാം. പിന്നെ അതിനകത്ത് ഓരോ സബ് ഡിവിഷൻസ് ഉണ്ട്. അത് ഇലക്ട്രോസ്റ്റാറ്റിക്കിൽ അയോണിക് ഹൈഡ്രജൻ ബോണ്ടിങ്, വാൻ ഡെർ വാൾസിൽ ഡൈപോൾ ഫോഴ്സ്, അതെന്ന് പറയുന്നത് പെർമനൻറ്റ് ഡൈപോൾസാണ്, അത് കീസം ഫോഴ്സസ്. പിന്നെ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ, ഡി ബൈ ഫോഴ്സസ്, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ലണ്ടൻ ഫോഴ്സസ് ഓർ ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സസ്. പിന്നെ പൈ ഇഫക്ട്സ് എന്ന് പറയുന്നത് പൈ സിസ്റ്റം, ബെൻസീൻ പോലുള്ള ഇൻട്രാക്ഷൻ. പിന്നെ ഒരു കാറ്റയോണും ബെൻസീനോ അല്ലെങ്കിൽ അസറ്റിലിനോമായിട്ടുള്ള കാറ്റയോൺ പൈ ഇൻട്രാക്ഷൻ. പിന്നെ ആനയോൺ പൈ ഇൻട്രാക്ഷൻ, പിന്നെ പോളാർ പൈ ഇൻട്രാക്ഷൻ. പിന്നെ അത് കൂടാതെ ഹൈഡ്രോഫോബിക്, അതായത് ഓർഗാനിക് മോളിക്യൂളും വാട്ടർ മോളിക്യൂളും ആണെങ്കിൽ വാട്ടർ മോളിക്യൂൾ ഒരുമിച്ച് നിൽക്കുക, ഓർഗാനിക് മോളിക്യൂൾസ് ഒരുമിച്ച് നിൽക്കുക. അപ്പം ആ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഹേറ്റിംഗ് ആണ്, വാട്ടർ ഫിയറിങ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഓർഗാനിക് മോളിക്യൂൾസ് എല്ലാം കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു സൂപ്രാമോളിക്കുലർ അറേഞ്ച്മെൻ്റ് ആകുന്നത് അത് ഹൈഡ്രോഫോബിക് ഫോഴ്സസ്, വാട്ടർ ഫിയറിങ് ടെൻഡൻസി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഈ 4 തരം നിങ്ങൾക്ക് മാർക്ക് അനുസരിച്ച് എഴുതാം. ഇനി നമ്മൾ ഇതിൽ ഓരോരോ ടൈപ്പ് ഓരോരോ വീഡിയോയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതിൽ ഞാൻ ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ചെറിയ വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ച് മാത്രം പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് സെപ്പറേഷൻ വേണം. അപ്പം അത് പെർഫെക്റ്റ്ലി പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ നമുക്ക് അയോണിക് ബോണ്ട്സ് ആയിരിക്കും, അല്ലേ? ഇവിടെ നമ്മൾ ക്രൗണിലൊക്കെ കണ്ടത് പോസിറ്റീവ് അയോൺസ് കാണും. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രൗൺ ഇതിൽ നിങ്ങൾ കണ്ടതാണ് പോസിറ്റീവ് അയോൺസ് സിറ്റുവേറ്റഡ് ഇൻ ദ സെൻട്രൽ ക്യാവിറ്റി ഓഫ് ദ ക്രൗൺ. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് അയോൺസ് ഉണ്ട്. പിന്നെ ക്രൗണിന് ആസ് സച്ച് നെഗറ്റീവ് ചാർജ് ഇല്ല,
പക്ഷേ ഇവിടെ ഓക്സിജൻ ഇലക്ട്രോനെഗറ്റീവായിട്ടുള്ള ഓക്സിജൻ ഉണ്ട്. ഓക്സിജന് സം പൊളാരിറ്റി വിൽ ബി ഡെവലപ്ഡ്. അതുകൊണ്ട് അവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് അയോണിക് ഇൻട്രാക്ഷൻ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഇത് നിങ്ങൾക്കറിയാം, പോളാർ മോളിക്യൂൾസ് ആണ്, ഡൈപോൾസിലാണ്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ സൂപ്പർ മോളിക്യൂൾസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. വാട്ടർ മോളിക്യൂൾ H2O, അടുത്ത H2O, അങ്ങനെ എത്രയെങ്കിലും നമ്പർ ഓഫ് H2O അസോസിയേറ്റ് ചെയ്യുന്നു. അതിൽ രണ്ട് മോളിക്യൂൾ തമ്മിൽ ഉള്ള അസോസിയേഷനാണ് ആ സൂപ്ര ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ഇവിടെ അത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതും ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനാണ്, പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷനാണ്. അതുകൊണ്ട് ഈ രണ്ട് ടൈപ്പും അയോൺസിനോട്, അതൊരു ക്രൗണിൽ ഫുൾ അയോണിക് ചാർജ്, ഒരു ഫുൾ അയോണുണ്ട്. ഇവിടെയാണെങ്കിൽ പാർഷ്യൽ അയോൺസാണ്. അപ്പം ഇത് അയോണിക് എന്ന് നമ്മൾ പറഞ്ഞു, ഒരു അയോൺ ഇൻവോൾവ് ആയതുകൊണ്ട്. ഇതെന്ന് പറഞ്ഞ് അയോൺസ് അവിടെ ഇല്ല, പക്ഷേ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ പാർഷ്യൽ അയോണിക് ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇത് രണ്ടും ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് ഓഫ് അട്രാക്ഷനാണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ.